ഗൈസ് എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. എന്നാൽ ഹെൽത്ത് ഒക്കെ അല്ലേ? എടാ എനിക്ക് അലർജി കൂടിയടാ. ഇവിടെ ക്ലൈമറ്റ് മാറുന്ന ടൈമായി, ഇവിടെ തണുപ്പായി തുടങ്ങി, അപ്പം എനിക്ക് അലർജി ആയി. ഗൈസ് എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. മുടി വെട്ടണം. അയ്യോ മുടി വെട്ട സമയമായി, മുടിയൊക്കെ വളർന്ന് പ്രാന്തനെ പോലെ ഇരിക്കണം. മുടി വെട്ട സമയമായി. ഗൈസ് എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ആൻഡ് കുറച്ച് നാളത്തെ കഷ്ടപ്പാടായിരുന്നു. അതിൻ്റെ പോലെ അവൻ്റെ അയ്യോ അവൻ ആ സാധനം 10 ദിവസത്തിനകത്ത് എങ്ങനെയാണ് ചെയ്തതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ക്യൂട്ടിഫൈ മോളെ വെൽക്കം ടു സ്ട്രീം. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, സാധാരണ നോർമലി ഗൈസ് നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പം ഞാൻ അങ്ങനെ വീഡിയോ കാണത്തില്ല. ഏറ്റവും ലാസ്റ്റിൽ അവൻ പ്രസന്റ് ചെയ്ത് ലിങ്ക് അയച്ചു തരുമ്പോൾ ഞാൻ കണ്ടിട്ട് അപ്ലോഡ് ചെയ്യും, അത്രേ ഉള്ളൂ. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇത് ഓരോ 2 മിനിറ്റ് അവൻ ചെയ്ത് കഴിയുമ്പോഴും ഞാനിങ്ങനെ വി സി വന്ന് എന്നെ കാണിക്കണം എന്നുള്ളൊരു ഇതിലായി. അങ്ങനെയാണ് ആ വീഡിയോ ചെയ്തത്. സത്യം പറഞ്ഞാൽ അത് എനിക്ക് അങ്ങനെ ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് പ്രസന്റ് ചെയ്യുമ്പം എൻ്റെയും കൂടെ ഐഡിയ അതിനകത്ത് ഇതാക്കി സെറ്റാക്കി ചെയ്യണമെന്ന്. അത് അവന് ഞാൻ ഒരു സാധനം ഏൽപ്പിച്ച് അതങ്ങ് നീറ്റായിട്ട് ചെയ്തു തന്നു. ആൻഡ് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉടനെ വരുന്നതായിരിക്കും. ഉടനെ എന്ന് പറഞ്ഞാൽ ലൈക്ക് നമ്മൾ കുറച്ച് അത് പക്ഷേ ഞാൻ കുറച്ച് ടൈം എടുത്ത് ചെയ്യാനുള്ളൊരു പരിപാടിയാണ്. ആൻഡ് ഇപ്പം നിങ്ങൾ കണ്ടത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ലൈക്ക് ഇതിനൊരു പ്രോപ്പർ സ്ക്രിപ്റ്റ് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചതാണ്. അപ്പോൾ ഇപ്പം നിങ്ങൾ കണ്ടതെന്ന് പറഞ്ഞാൽ ഇതാ നമ്മുടെ പരന്തു വാസു എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി മാത്രമാണ് നിങ്ങൾ കണ്ടത്. അപ്പം RP വൈസ് നോക്കുമ്പം നിങ്ങൾക്കറിയാം ഓരോരുത്തരെ നമുക്ക് വഴിയിൽ നിന്ന് കിട്ടിയതാണ്, ലൈക്ക് ഈ പറയണത് പോലെ ഓരോ ഗ്യാങ്ങിൽ നിന്ന് എടുത്തതാണ്. പക്ഷെ ക്യാരക്ടർ വൈസ് നോക്കുമ്പം ഇവർക്ക് എല്ലാവർക്കും ഇതിൽ കണക്റ്റ് ആക്കാൻ നമുക്കൊരു സാധനം വേണം. അപ്പം ഇതിൻ്റെ പാർട്ട് 2-ൽ ശരിക്കും ഈ TV-യുടെ ഫോർമേഷനിൽ നമുക്ക് റാൻഡം ആയിട്ട് വന്ന ആൾക്കാർ എങ്ങനെ പരന്തു വാസു എന്തുകൊണ്ട് ചൂസ് ചെയ്തു എന്നുള്ളൊരു സാധനം വരുന്നുണ്ട്. അതിൽ ലൈക്ക് ഈ പറയണത് പോലെ എല്ലാം കൂടി ഞാനൊരു 5 എപ്പിസോഡിൽ തീർക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കണേ. ആൻഡ് ആ ഒരു 2ാമത്തെ എപ്പിസോഡ് ഞാൻ ഉടനെ തന്നെ ചെയ്യും. ഇത് ആ ഒരു രീതിയിലത്തെയാണ്. ലൈക്ക് 5-ൽ തീർക്കണം എന്നുണ്ട്. 5-ൽ ഒരു 3-4 കഥ നമ്മുടെ ഉണ്ട് ആക്ച്വലി. അതിൽ 2 ഇനി അടുത്ത 2 ഞാൻ കഥ തീർത്ത് വെച്ചിരിക്കുക. ഇതിൽ അടുത്ത 2 കഥ ശരിക്കും പറഞ്ഞാൽ തീർത്ത് വെച്ചിരിക്കുക. അത് ചെയ്യണം. അത് പയ്യെ ചെയ്ത് തീർക്കണം എന്നുള്ളൊരാഗ്രഹമുണ്ട് എനിക്ക് അവരെല്ലാവരോടും വെച്ച്. അപ്പം അത് ഉടനെ ചെയ്തിറക്കണം. അടുത്ത വീഡിയോ നിങ്ങൾക്ക് ഇതിപ്പം ഞാൻ പറഞ്ഞില്ല, ഇതൊരു നമ്മുടെ ഫസ്റ്റ് അതൊരു ഇമോഷണൽ റോളർ കോസ്റ്റർ ആയിരുന്നു. അതിനകത്ത് എല്ലാം ഉണ്ടായിരുന്നു. സ്നേഹം, മറ്റേ അടി, മാസ്, റിലേഷൻഷിപ്പ്, മീൻസ് ഇതെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഇനി അങ്ങോട്ട് വരുന്നതിൽ മേ ബി ചിലപ്പോൾ നിങ്ങൾക്ക് അത് കണക്റ്റ് ആവത്തില്ല. ബട്ട് സ്റ്റിൽ ഈ ക്യാരക്ടേഴ്സ് എല്ലാം എങ്ങനെ വന്നു എന്നുള്ള സാധനം നിങ്ങൾക്ക് ഭയങ്കര അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടും. അതേ ഉറപ്പ് പറയാം. ജോണി ലംബോഗിനി കണ്ട് ലംബോഗിനി എടുത്തല്ലേ ജോണി? എൻ്റെ അമ്മോ, എന്തൊരു സാധനോടാ അത്! എന്തൊരു സാധനമല്ലേ അത്! ഇജാദിയൊക്കെ ലംബോഗിനിയൊക്കെ വിഷയം. നിനക്ക് മാസമാണോ വേണ്ടത്? അതെ. സുനിമോൻ്റെ വീഡിയോ ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അങ്ങനെ സുനിമോനെ പ്രഷർ ചെയ്യാൻ പറ്റുന്നില്ല. അവനായിട്ട് ചെയ്ത് തരുമ്പോൾ ഇടാന്നുള്ള രീതിയിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ലൈക്ക് പറഞ്ഞില്ലേ, അവൻ കുറച്ച് പേഴ്സണൽ കാര്യങ്ങളിലും പേഴ്സണൽ ഇഷ്യൂസിലും എല്ലാം ആണ് ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് അവനെ അങ്ങനെ പ്രഷർ ചെയ്യാൻ പറ്റണില്ല. ഫസ്റ്റ് കാര്യം, എനിക്ക് അങ്ങനെ തോന്നണില്ല അവനെ അങ്ങോട്ട് പ്രഷർ ചെയ്ത് ഈ പറയണത് പോലെ അത് ചെയ്യിപ്പിക്കാൻ. കാരണം അവരെല്ലാവർക്കും അവരുള്ളൊരു നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുന്നതിനകത്തുനിന്ന് ചില ആൾക്കാർക്ക് ഒരു റെസ്റ്റിംഗ് ഗ്യാപ്പും വേണമെന്ന് പറയത്തില്ലേ, അങ്ങനത്തെ ഒരു സമയത്ത് അവൻ ഇരിക്കുന്നത്. ഇപ്പം മൈൻഡ് ഫക്ക് ആയിട്ടിരിക്കുന്ന സമയത്ത് എന്നോട് വന്ന് RP കളിക്കാൻ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതുപോലെയാണ് അവന് ഒരു ശോകം സിറ്റുവേഷനില്ല. ജോണി സിൻസ് ആണോ? ജോണി സിൻസ് അല്ല, ജൊണാഥൻ ഗെയിമിങ്. അപ്പോൾ എനിക്ക് അവൻ്റെ അടുത്ത് അങ്ങനെ പ്രഷർ ചെയ്യാൻ പറ്റണില്ല. സീരിയസ് ആയിട്ട് ഞാൻ സീരിയസ്ലി പറയുകയാണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നേ ഉള്ളൂ. അവനെ നിങ്ങളും ഇതുപോലെ ഒന്നും ഇതാക്കണ്ട. അവൻ ചെയ്തിറക്കട്ടെ. അല്ലാതെ ഞാൻ എന്ത് പറയാനാ? അത് ശോകമാണത്. അതുകൊണ്ട് പ്ലീസ് ലെറ്റ് ഹിം കുക്ക്. അവൻ കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും തരട്ടെ. നിങ്ങൾ ഇത്രയും നാളായതുകൊണ്ട് ഞാൻ വലിയ ഓവർ ഹൈപ്ഡ് ആയിട്ട് അത് പ്രതീക്ഷിക്കേണ്ട നിങ്ങൾ. കാരണം നമ്മൾ ഇത്രയും സമയമായി എന്നുള്ളൊരു ഇത് വരുന്നു. അപ്പം അവൻ ചെയ്യുന്നതല്ല അത്രയും നീറ്റായിട്ടാണ്. നിങ്ങൾക്ക് അറിയാമല്ലോ, ലൈക്ക് അവൻ്റെ വീഡിയോ, S3യുടെ വീഡിയോ എന്ന് പറയുമ്പം എനിക്ക് ടോപ്പ് പ്രയോറിറ്റി അന്നും ഇന്നും ഉള്ളത് അവൻ്റെ വീഡിയോസ് തന്നെയാണ്. അപ്പം അതെനിക്ക് ഒരു ഹോപ്പ് ഉണ്ടാവും, നല്ല രീതിയിൽ ചെയ്തു തരട്ടെ എന്ന് വിചാരിച്ച്. ആൻഡ് ഇനിയിപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതും കൂടെ പറഞ്ഞിട്ട് അങ്ങ് നിർത്താം. ദാമുവിൻ്റെ കാര്യം
ഓൾറെഡി ഞാനൊരു എക്സ്പ്ലനേഷൻ ലൈവിൽ കൊടുത്തതാണ്, ഡ്രീമറിൻ്റെയും ബാബുവിൻ്റെയൊക്കെ. ദാമുവിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ലൈക്ക് ഞാൻ എനിക്ക് ടി വിയിലെ എല്ലാ മെമ്പേഴ്സും ഒരുപോലെയാണ് എന്ന് വെച്ചാൽ, ബട്ട് സ്റ്റിൽ എവിടെയൊക്കെയോ എനിക്ക് കുറച്ച് പേഴ്സണൽ ഫേവറേറ്റ്സ് ഉണ്ട്. അതിൽ ഒരാളായിരുന്നു ദാമു. അപ്പം എനിക്ക് അതൊരു ഭയങ്കര ഹാർഡ് ഡിസിഷൻ ആയിരുന്നു. ബട്ട് സ്റ്റിൽ ഞാൻ പറയണമെന്ന് വെച്ചാൽ കേസ് ഞാൻ പറയല്ലേ, ഇപ്പം എനിക്ക് ഒരാളുടെ അടുത്ത് ദേഷ്യമാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത്രയ്ക്കും മറ്റേ എനിക്ക് അവൻ്റെ അടുത്ത് ഇതാക്കണം എന്നുണ്ടായിരുന്നു, നേരെ വന്നിട്ട് അവനെ പറ്റി അവൻ ചെയ്തതാണേലും എന്ത് കാര്യമാണേലും നേരെ വന്ന് വിളിച്ച് പറയാമായിരുന്നു. പക്ഷെ എനിക്ക് അവൻ്റെ അടുത്ത് അവനെ അത്രയും കൺസേൺ ചെയ്ത നല്ലൊരു ചെക്കനാണ്. അപ്പം പിന്നെ കൊച്ചുകുട്ടിയും കൂടെ ആണ് അവൻ. ലൈക്ക് 19 വയസ്സിന് താഴെ എന്തോ ഉള്ളു അവന്, 17-18 വയസ്സോ എന്തോ ഉള്ളൂ. അപ്പം എനിക്കാണെങ്കിൽ അവനെ അങ്ങനെ മറ്റേ ഹാർഡായിട്ട് പറയാനുള്ള ഒരു ഇതും ഇല്ല. ആൻഡ് ഹി ഡിഡ് എ മിസ്റ്റേക്ക്. പക്ഷെ അത് എനിക്ക് അക്സെപ്റ്റബിൾ അല്ലായിരുന്നു ഒട്ടും. അത് എനിക്ക് അങ്ങോട്ട് ക്യാരി ഫോർവേഡ് ചെയ്യാൻ ഒട്ടും പറ്റിയില്ല. അതുകൊണ്ടാണ് അവനെ മെയിൻലി നമ്മൾ എടുത്ത് കളഞ്ഞത്. ആൻഡ് അന്നും ഇന്നും ഞാൻ പറയും, ഹി വാസ് ദ വൺ ഓഫ് ദ ബെസ്റ്റ് റിക്രൂട്ട്മെന്റ്സ് അല്ലെങ്കിൽ ബെസ്റ്റ് പ്ലെയർ എവർ ഇൻ TVA എന്ന് ഞാൻ ഇപ്പോഴും പറയും. അത് എന്നും അങ്ങനെ തന്നെ നിൽക്കട്ടെ. എന്തിനാ നിങ്ങളുടെ മനസ്സിലും ഇതാക്കുന്നത്? ആത്മിക് ഫയൽ അണ്ടി എന്നൊക്കെ പറയുന്നതിനുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രൂഫായിട്ട് വരണം. അവന് എവിടെയെങ്കിലും ഫയലിന് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രൂവ് ചെയ്തിട്ടേ സംസാരിക്കാവൂ. അല്ലാതെ നീ ഈ ഫയൽ എന്ന് പറഞ്ഞ് എന്നെ ട്രിഗർ ചെയ്ത് എൻ്റെ വായിൽ നിന്ന് എന്താണ് ഇഷ്യൂ എന്ന് പ്രോപ്പറായിട്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഫയൽ എന്ന് കുണ്ണാന്ന് പറഞ്ഞ് ഇവിടെ ഇടുന്നതെങ്കിൽ ഞാനത് ട്രിഗറായി പറയുന്നില്ല. മനസ്സിലായോ? അങ്ങനെ കുറച്ച് ഗുണങ്ങളുണ്ട് ഇവിടെ. ഫയൽ എന്ന് പറഞ്ഞിട്ട് നമ്മളെ ട്രിഗർ ചെയ്തിട്ട് എന്തിനാണ് എന്ന് ഞാൻ മറ്റേ ദേഷ്യപ്പെട്ടെന്നാലും പറയല്ലോ, ഫയലൊന്നും അല്ലടാ അവൻ എന്നെ ഇതെന്ന് പറഞ്ഞ് ഞാൻ വിളിച്ച് പറയുമെന്നാണ് നിന്റെ വിചാരം എന്നുണ്ടെങ്കിൽ അത് നിന്റെ ഒരു വല്ലാത്ത പ്രശ്നമാണ്. മനസ്സിലായോ? അതിനകത്ത് ഞാൻ മറ്റേ ആ ചൂണ്ടയിൽ എന്തായാലും ഞാൻ കൊത്തണില്ല. എനിക്ക് അവൻ്റെ അടുത്ത് വേറെ അവനെ എന്ന് പറഞ്ഞ് ഹെയ്റ്റ് ഇതാക്കി കൊടുക്കാൻ വയ്യ. ആൻഡ് അപ്പോൺ മൈ മദർ പ്രോമിസ്, അതൊരു ഫയലും ഇതൊന്നും അല്ല. ലൈക്ക് ഇൻ ബിറ്റ്വീൻ ദ സിങ്ക് അല്ലെങ്കിൽ നമ്മുടെ TVA-ക്കകത്ത് എനിക്ക് ചുറ്റുമുള്ള ആൾക്കാർ, എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ഉള്ള ആൾക്കാരും അതുപോലെ തന്നെ നല്ല രീതിയിൽ എനിക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കൂട്ടം ആൾക്കാരെ കൊണ്ടുപോകണം എന്ന ആഗ്രഹമുള്ള ഒരു ഗ്യാങ്ങും കൂടിയാണ്. അപ്പാർട്ട് ഫ്രം RP ഇതൊക്കെ അതിനേക്കാളും റിയൽ ലൈഫിലും എനിക്കത് കീപ്പ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ള കുറച്ച് ആൾക്കാരെ ചുറ്റും കൊണ്ടുപോവുകയാണ് ഇത്രയും നാളെ സാധനം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് അങ്ങനെ തന്നെ കൊണ്ടുപോകാനാണ് താല്പര്യം. ആൻഡ് വെറുതെ അവൻ്റെ വേറെ കാര്യങ്ങളിലൊക്കെ ഡ്രാഗ് ചെയ്യേണ്ട. ലെറ്റിം അവന് ഇഷ്ടമുള്ള ഗ്യാങ്ങിന് വേണ്ടി കളിക്കട്ടെ. ലെറ്റിം പ്ലേ. അപ്പം സ്ക്രിപ്റ്റ് എഴുതുന്ന ആള് നിൻ്റെയൊക്കെ മുമ്പിൽ നടക്കത്തില്ല എന്നിട്ട് തന്നു. ശരി. ആൻഡ് ഗൈസ്, എൻ്റെ ആണേലും അവൻ്റെ ആണേലും ഡിസിഷനെ പ്ലീസ് റെസ്പെക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഡിസിഷനെ റെസ്പെക്ട് ചെയ്യുക. അതിൻ്റെ അപ്പുറത്തോട്ട് വെറുതെ നിങ്ങൾ ഹേറ്റ് ഒന്നും വിചാരിക്കേണ്ട. ചിലപ്പം മേ ബി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട ഒരാളുടെ സൈഡിൽ നിന്ന് അങ്ങനത്തെ ഒരു ആക്ട് ഉണ്ടായതുകൊണ്ടായിരിക്കും എനിക്ക് ഇത്രയും ഹേർട്ടായത്. മേ ബി ചിലപ്പോൾ എപ്പോഴെങ്കിലും നാളെ എനിക്ക് തോന്നുവാണെന്നുണ്ടെങ്കിൽ ഞാൻ അവനെ വിളിക്കുമെങ്കിൽ അവൻ തിരിച്ചു വരുമെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലും എനിക്ക് അങ്ങനെ ഒരു മനസ്സ് മാറി എനിക്ക് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ തോന്നിയാൽ ഞാൻ അവനെ തിരിച്ചു വിളിക്കും. അന്ന് അവന് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവൻ വരട്ടെ. അല്ല, ഇപ്പം ഞാൻ എന്തായാലും അതിനോട് മെൻ്റലി അഡാപ്റ്റീവ് ആവാൻ എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ട് കുറച്ച് ഇത് വേണമെന്നേ ഉള്ളൂ. സോ അതങ്ങനെ പോട്ടെ. അപ്പം ഇന്നത്തെ കോണ കഴിഞ്ഞു, എത്രയേ ഉള്ളൂ. ആൻഡ് നമുക്ക് കുറച്ച് ദിവസമായി സിറ്റിയിലൊക്കെ കയറിയിട്ട് 3-4 ദിവസത്തെ ബ്രേക്കാണെന്ന് എനിക്കറിയാം. ഹാൻഡ് ബ്രേക്കിന് ശേഷം ഞാൻ തിരിച്ചു വന്നതാണ്. എന്നെ മിക്കവാറും കിക്കിന്ന് കിണ്ടാനുള്ള ഒരു സാധനം ഞാനിവിടെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. മിക്കവാറും എൻ്റെ ഈ ചാനൽ നാളെ മറ്റന്നാളോ ചിലപ്പോൾ പോവായിരിക്കും. ഹോപ്സോ അത് നടക്കാതിരിക്കട്ടെ എന്ന് എൻ്റെ സൈഡിൽ നിന്ന് ഒരു വലിയ മണ്ടത്തരം പറ്റി. ആൻഡ് അത് മിക്കവാറും ഉടനെ സംഭവിക്കും. ചിലപ്പോൾ കിക്ക് നാളെ എന്നെ ടെർമിനേറ്റ് ചെയ്യാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അപ്പം ഞാൻ അതിൻ്റെയും കൂടെ പ്രാന്തായിട്ടാണ് ഇരിക്കുന്നത്. സത്യം പറഞ്ഞ അതൊരു വലിയ മണ്ടത്തരം ഞാൻ കാണിച്ച്. അതുകൊണ്ട് അതൊരു ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് ആവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ഞാൻ എന്തൊക്കെയാ ഈ റീസെന്റ് കാണിച്ചു കൂട്ടുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ എന്ത് ചെയ്താലും കഷ്ടകാലം. സോ വാട്ട് ഹാപ്പൻ ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഗൈസ്, ഈ കിക്കിൻ്റെ കോൺട്രാക്ട്സും ഇതൊന്നും വേറൊരാളെ കാണിക്കരുതെന്ന്
ഭയങ്കരമായിട്ടുള്ള ഒരു ഇതുണ്ട്. യൂട്യൂബിലെ പേയ്മെന്റ് സെക്ഷൻ കാണിക്കരുതെന്ന് പറയണത് പോലെ കിക്കിന്റെ കോൺട്രാക്ട്സ് ഒന്നും വേറൊരാളെ കാണിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ക്ലോസ് ഉണ്ട്. എനിക്ക് വിശ്വാസമുള്ള ഒരാളെ കാണിച്ചു, അത് അവർ നേരെ കിക്കിന്റെ അതോറിറ്റീസിൽ എത്തിച്ചു. ഞാൻ ഒരാളെ അറിയാതെ വിശ്വസിച്ചു പോയി. ഞാൻ എന്ത് ചെയ്താലും അതിപ്പോൾ എൻ്റെ തലയിലോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അതൊന്നും പറയണില്ല. ഇപ്പൊ തൽക്കാലം ഞാനൊന്നും പറയണില്ല. ബാക്കിയൊക്കെ അവരെന്തെങ്കിലും ആക്ഷൻ എടുക്കുവാണെങ്കിൽ എടുക്കട്ടെ, അല്ലാതെ ഞാൻ എന്ത് പറയാനാ? വേറൊന്നും നിങ്ങളോട് എനിക്ക് പറയാനില്ല. ഞാൻ ഒന്ന് സിറ്റിയിലോട്ട് കയറട്ടെ ഗൈസ്. ഞാൻ എന്ത് ചെയ്താലും അതിപ്പം ഇതായിക്കൊണ്ടിരിക്കുവാണടാ. സ്വർഗരാജ്യം. ക്യാഷ്ഫോ ആയിരിക്കുമെന്നോ? എന്തൊരു പുണ്ടച്ചികളാടാ നീയൊക്കെ. എന്തിന് പുണ്ടച്ചികൾ? എന്തിന് ഇങ്ങനെയൊക്കെ പറയണേ? എന്തിൻ്റെ ആവശ്യമുണ്ട്? എന്തിൻ്റെ ആവശ്യം? അവരൊന്നും അല്ല ഗെയ്സ്, ലൈക്ക് ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആളൊന്നും അല്ലത്. ഇത് ശരിക്കും വേറൊരു കോണ്ടാക്റ്റ് ആയിരുന്നു. അത് വേറൊരു ഡീല് സംസാരിച്ചതിൻ്റെ ഇടയ്ക്ക് ഇതായതാ, അല്ലാതെ അന്നേ ടൈം ബെസ്റ്റ് ടൈം എന്ന്. സത്യം സത്യം സത്യം. അയ്യോ. ഗ്യാങ് വെഹിക്കിൾ അപ്ഡേറ്റ് ഇന്ന് ഞാൻ ഇതിനകത്ത് കയറിയിട്ട് പറയാം. ഒരു 2-3 ദിവസത്തിനകത്ത് എന്തായാലും വരും. കിക്ക് പോയാൽ അടുത്ത പ്ലാറ്റ്ഫോം ഒന്നും ഇല്ല ബ്രോ. വേറെ പ്ലാറ്റ്ഫോം ഇല്ല ഇന്ത്യയിൽ. വേറെ പ്ലാറ്റ്ഫോം ഇനി ഇന്ത്യയിൽ ഇല്ല. അതുകൊണ്ട് ആ കാര്യം പേടിക്കണ്ട. ഇനി കിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഡിസ്കോഡ് ട്രോൾസ്, കോപ്പിറൈറ്റ് ഉള്ള സിറ്റുവേഷൻസ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നങ്ങ് വിചാരിച്ചോണം. കാരണം 2 സ്ട്രൈക്ക്, ആക്റ്റീവ് സ്ട്രൈക്ക് ഇപ്പോഴും ഉണ്ട്. ബ്രാവോ ഗെയിമിംഗ് ആൻഡ് മറ്റേ സൈക്കോ ഗെയിമർ വൈറ്റിയോ രണ്ടുപേരുടെയും ആക്റ്റീവ് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിടക്കുക. അതുകൊണ്ട് ജിയോയിൽ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ലടാ. ജിയോയിൽ അവർക്ക് ഇത്ര വാച്ചിങ്ങിൽ താഴെയുള്ളവരെ മതിയെന്ന് ഇനീഷ്യൽ ആയതുകൊണ്ട് നമുക്ക് വാച്ചിങ് കൂടിപ്പോയതാണ് പ്രശ്നം. വാച്ചിങ് കൂടുതലുള്ളവരെ അവർക്ക് വേണ്ടാന്നാ പറയണേ. അയ്യോ, അതെന്ത് പറയാനാ. ഗെയിം ക്യാപ്ചർ